ഹായ് ഹലോ വെൽക്കം ടു നിഷ പെഡീസ് വേൾഡ്. ഇന്ന് നമ്മുടെ കയ്പ വള്ളിയിലുള്ള ഒരു കയ്പ പറിച്ചെടുത്തിട്ട് ഇന്ന് നമുക്ക് ഈ കയ്പ കൊണ്ട് ഒരു കയ്പ വറുത്തത് ഉണ്ടാക്കാം. കയ്പ ഫ്രൈ ചോറിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റാണ്, നല്ല ക്രിസ്പി ആയിരിക്കും. അതിനായിട്ട് ആദ്യം നമ്മൾ കയ്പ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് കട്ട് ചെയ്തിട്ട് നടുവിലുള്ള ഭാഗങ്ങളൊക്കെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്, ക്ലീൻ ചെയ്തെടുക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഇനി ഒന്നുകൂടി നന്നായി കഴുകിയതിന് ശേഷം ഈ ഒരു വലുപ്പത്തിലുള്ള പീസാക്കി ഏകദേശം എല്ലാ പീസും ഒരേമാതിരി ആ ഒരു വലുപ്പത്തിൽ ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് സോൾട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു നനവൊക്കെ വന്നു തുടങ്ങും. അപ്പോൾ അതിലുള്ള കയ്പയിലുള്ള വെള്ളം കൂടി ഇറങ്ങാനാണ് അങ്ങനെ ചെയ്യുന്നത്. അതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള മുളക് പൊടിയും ഇട്ട് കൊടുക്കുകയാണ്. ഇതിലധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഇത് 3 ഇട്ട് കഴിയുമ്പോൾ തന്നെ നല്ലൊരു ഇതായിരിക്കും. പിന്നെ മുളക് അവരവരുടെ എരിവ് എത്ര വേണം അതിനനുസരിച്ച് നമ്മൾ മുളക് ഇട്ട് കൊടുക്കും. അപ്പോൾ എനിക്ക് അത്യാവശ്യം ഈ ഒരു ചെറിയൊരു കയ്പും ഉപ്പുരസവും ഈ ഒരു എരിവും കൂടി കൂടുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ മൂടി മാറ്റി വയ്ക്കും. മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് സമയത്തിന് ശേഷം മാത്രമാണ് ഞാൻ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ടൈം ആകുമ്പോഴേക്കും നന്നായിട്ട് ഇതിലേക്ക് മുളകൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ കുറച്ചും കൂടി നല്ല ക്രിസ്പി ആവണമെങ്കിൽ കോൺഫ്ലവറൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ചേർത്തിട്ടില്ല. സെയിം ആ ഒരു കയ്പേൻ്റെ ടേസ്റ്റ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ തന്നെയാണ് വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അത് വെളിച്ചെണ്ണയിൽ ഉള്ളിലേക്ക് ഡീപ്പ് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അതിലേക്ക് അമർത്തി പരത്തി കൊടുക്കുകയാണ്. എന്നാലേ നന്നായിട്ട് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും വേണം. ഇതുപോലെ അങ്ങനെ ഇട്ട ഭാഗത്തിന് നിൽക്കുകയാണെങ്കിൽ ചില ഭാഗങ്ങൾ ക്രിസ്പി ആവില്ല. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കും വേണം. അങ്ങനെ കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കുക, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ കുറച്ച് സമയം കഴിയുന്ന സമയത്ത് കളറ് ചേഞ്ച് ആയി വരുന്ന കാണാം. ഒരു ചെറിയൊരു ബ്രൗണിഷ് കളറൊക്കെ ആയി വരുന്ന സമയത്ത് ഇത് എടുക്കാൻ പാടുള്ളൂ. അതിന് മുമ്പ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ക്രിസ്പിനെസ് കുറയും. ഈ കയ്പ വറുത്ത് റെഡി ആയി വരുന്നുണ്ട്. ഇപ്പം നല്ല സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്. എപ്പോഴും ഫുഡ് കഴിക്കുന്ന സമയത്ത് ആ ടൈമിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം, അപ്പോഴേ തണുത്ത് പോകാതിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും നല്ല ഡ്രൈ ആയി വരുന്നുണ്ട്. ഫ്രൈ ആയിട്ടുള്ള കയ്പ ഞാനിത് ബൗളിലേക്ക് മാറ്റാണ്. ഇനി ഒരിക്കൽ കൂടി നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് കയ്പ വറുത്തെടുക്കാനായിട്ട് ഇടാനുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഈ സമയത്ത് നോടുമ്പോൾ സമയത്ത് ഒരുപാട് പേർക്ക് പച്ചക്കറീൻ്റെ കൂടെ എന്തെങ്കിലും ഇതുപോലുള്ള ഫ്രൈ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോറുണ്ണാനായിട്ട് പറ്റും. അപ്പോൾ അത് നമ്മുടെ കയ്പ വറുത്ത് റെഡി ആയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. പച്ചക്കറീൻ്റെ കൂടെ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ബെസ്റ്റായിരിക്കും ഈ കയ്പ ഫ്രൈ.